ഷീബ എന്ന് പറഞ്ഞൊരു ലോഡ്ജിലാണ്. അവിടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഡ്ഡലി ഉണ്ട്, പൂരിയുണ്ട്, ഉപ്മാവുണ്ട്, ഓക്കെ, സാമ്പാർ ആൻഡ് എല്ലാ കറികളുമുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ഉണ്ട്. അമ്പലത്തിൽ പോകുന്നില്ല. എൻ്റെ മെമ്മറിയുടെ ഭാഗമാകും. ഇല്ലല്ലോ. ദേ ആർ വർക്കിംഗ് ഹാർഡ് വർക്കിംഗ് പീപ്പിളാണിത്. നല്ല നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ബായ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു അപ്പാവൻ. ഇത് ആക്ച്വലി വാസ്കോ ഡ ഗാമ വന്ന സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഇവിടെ മുഴുവൻ ഫിഷിങ് ലൈക്ക് അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന ആണ് കൂടുതലും. അതായത് നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഈ ഉണക്കമീനിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അവിടെ ഉണക്കമീനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറീസും കാര്യങ്ങളൊക്കെ. അതെന്തോ വെള്ളം വറ്റിക്കുന്നതാണ് അതിന്റെ മണം. ഉണക്കമീൻ പോകണ എനിക്ക് അറിയാത്ത പോലെ ഉണക്കമീനാണ് ഗൈസ്. നമ്മൾക്ക് ഇവിടെ നിന്നാണ് ഗൈസ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഷോപ്പിങ്ങിന് അലോ ചെയ്തിട്ടുള്ളത്. വാവ്, കൊടി വയ്യ കാണാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിലേക്കാണ് പോകേണ്ടത്. ഐലൻഡിലേക്ക് പോകാനുള്ള ബോട്ടൊക്കെ ഉണ്ട്. അതിന് മുന്നേ 2-3 ഇങ്ങനെ പോയിട്ടുണ്ട്. ക്യൂ സ്റ്റാർട്ട്സ് ഹിയർ. സൂക്ഷിച്ച് വേണം നടക്കാൻ. എന്നെപ്പോലുള്ള വ്ളോഗേഴ്സിനോടാണ് പറയാനുള്ളത്. ഓക്കെ, വൃത്തിയിട്ട മണം. ഇതിനാണ് ചന്ദനത്തിരി മീനിന്റെ മണം ഒരുമിച്ച് വരുന്നത്. ചന്ദനത്തിരി വന്നതാ പ്രശ്നം. മീൻ മണമാണ് കുഴപ്പമില്ല, സഹിക്കും. നമുക്ക് അറ്റ വേക്കിലിരിക്കട്ടോ. അതിനും ഇങ്ങോട്ട് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് ലൈഫ് ജാക്കറ്റ് എടുക്കണം ഗൈസ്. ഇങ്ങനെ ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ വരണം. ഇറ്റ്സ് ഗുഡ് ടു ഷെയർ ക്യാപ്ചർ യുവർ ബെസ്റ്റ് മൊമെന്റ്സ് അപ്ലോഡ് ടാഗ് സെൻറ്റ് മേരീസ് ഐലൻഡ് മാപ്പിൽ ടാഗ് ചെയ്യണം. മീൻസ് ഇവിടെ ഇതൊരു ഫിഷിംഗ് ബോട്ടാണ് ഗൈസ്. നമ്മളൊക്കെ റെഡിയായി ഗൈസ്. നമ്മുടെ വണ്ടി എടുത്തു. വണ്ടി നീങ്ങുന്നില്ല, തളർന്നു. എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. ഇത് ഏത് കൊടിയാണ്? അതിൻ്റെ നടുവിൽ അശോക ഇതില്ലല്ലോ. വേറെ ഏതും കൊടിയാണോ? എന്താടി സംഭവം? അപ്പോൾ നമ്മൾ ഫൈനലി എത്തിയതാണ് സെൻറ്റ് മേരീസ്. ഇതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്.
നമ്മൾ ഇതിലേക്ക് ഇനിയിപ്പോൾ കടക്കണം. ഇതിലേക്ക് കടക്കണം ഗൈസ്. നമ്മൾ കടക്കാൻ താല്പര്യം ഇതിലിങ്ങനെ കടക്കണം. ശ്രദ്ധിച്ച് വേണം. അപ്പോൾ നമ്മൾ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. It's time to remove jackets. ഫൈനലി നമ്മളിവിടെ എത്തിയാണ്. ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടീനെ. ഗൈസ്, സോക്സ് വരെ ഇട്ട ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരും സോക്സ് ഉണ്ട് കേട്ടോ. നല്ല കല്ലുകൾ പെറുക്കാം. നല്ല കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുപോകാം, ഒരു മെമ്മറീസ്. ഗൈസ്, ഈ ഒരു ഐലൻഡിൻ്റെ മറ്റൊരു പേര് കോക്കനട്ട് ഐലൻഡ് എന്നാണ്. അപ്പോൾ മടൽ കൊണ്ട് ഇങ്ങനെ ഒരു ഡിസൈൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഡിസൈൻ്റെ ഇടയിൽ ഇവിടെ ഒരു വഴക്കായി. എന്താണ് അനു, മലപ്പുറത്ത് എന്താണ് അതിനെ പറയാ? പത്തി മടൽ. എന്താണ് കാസർഗോഡ് പറയുന്നത്? മട്ടലല്ലേ? എന്താണ് വയനാട് എന്താണ് പറയുന്നത് അതിന്? നമ്മൾ മട്ടല്. എന്താണ് മട്ടല്? വാസ്കോഡ ഗാമയെ പറ്റിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ 1498 വാസ്കോഡ ഗാമ ഇവിടെ വന്ന് ഞാൻ കഥ പറഞ്ഞതാണ് ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വായിക്കാം. ഇപ്പോൾ ശ്രീദർശൻ്റെ അഭിപ്രായപ്രകാരം ബോട്ടിന് തന്നെയാണ് വാസ്കോഡ ഗാമ ഇവിടെ നിന്നും എവിടത്തേക്ക് പോയത്? കാപ്പാടേക്ക് പോയത്. പക്ഷേ കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്ന നിലയിൽ അമൃത പി പറഞ്ഞത് തുഴഞ്ഞിട്ടാണ് പോയത്. തുഴഞ്ഞിട്ട്. എങ്ങനെ തുഴഞ്ഞിട്ട്? തോണിയിലിങ്ങനെ തുഴഞ്ഞിട്ട് പോയി. നമ്മൾ അപമാനിച്ചതല്ലല്ലോ, ഹിസ്റ്ററി പറഞ്ഞതാണ്. അടിപൊളി സ്പോട്ട്. തെയ്യോട്ട് അതൊന്നും മറ്റു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ കേരളം എന്ന് പറയുന്നത് പാറക്കെട്ടുകൾ. ഈ പാറകൾക്കൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. എനിക്കിതിൻ്റെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പഠിച്ചിട്ട് വേണം പറഞ്ഞുതരാം. കണ്ടോ, ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എടോ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ പോയി റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ ഗൈസ്, ഈ മണ്ണെന്ന് പറയുന്നത് ഇത് ജസ്റ്റ് സോയിലല്ല ഗൈസ്. ചായ കോഫി